തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ അന്വേഷണം ഊർജിതമെന്ന DCP നകുൽ രാജേന്ദ്ര ദേശ്മുഖ്. പ്രതി സുഗാന്തിന്റെ ഐപാഡും ഫോണും കണ്ടെത്തി. പ്രതി വിദേശത്തേക്ക് കടന്നിട്ടില്ലെന്നും കേരളത്തിന് പുറത്തും അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും DCP പറഞ്ഞു. പത്തനംതിട്ട സ്വദേശിനിയായ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യാ കേസിൽ പ്രതി സുഗാന്തിന്റെ മലപ്പുറത്തെ വീട്ടിൽ പോലീസ് കഴിഞ്ഞ ദിവസവും പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ സുഗാന്തിന്റെ ഐപാഡും ഫോണും കണ്ടെത്തി. ഇതിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനിന്റെ ഉദ്യോഗസ്ഥരുടെ സൂസൈഡ് ബന്ധപ്പെട്ട കേസിൽ അവരുടെ കൂടെ തന്നെ കോവർക്കറായ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന ആളുടെ എതിരെ ഇപ്പോൾ കേസ് അത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അബേറ്റ്മെൻറ്റ് ടു സൂസൈഡും പിന്നെ ഇത് ഫൈനാൻഷ്യൽ ചീറ്റിംഗ് ദെൻ എക്സ്പ്ലോയിറ്റേഷൻ ഓൺ ദ പ്രിടെക്സ്റ്റ് ഓഫ് മാരേജ് അങ്ങനത്തെ സെക്ഷൻ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ആ സൂചനയില്ല, ബട്ട് നമുക്ക് ലുക്കൗട്ട് സർക്കുലർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആളെ ഈ വിദേശത്ത് പോകാതെ വേണ്ടി നമുക്ക് ലുക്കൗട്ട് സർക്കുലർ എല്ലാ സ്റ്റേഷൻ തലത്തു നിന്നും ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. കുടുംബത്തിന്റെ ആരോപണങ്ങൾ തെളിയിക്കുന്ന എല്ലാ രേഖകളും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ യുവതിയുടെ മൊബൈൽ ഫോൺ പൂർണ്ണമായും നശിച്ച സ്ഥിതിയിലാണ്. നിലവിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി സുഗാന്തിനെ അറസ്റ്റ് ചെയ്യാൻ തടസ്സങ്ങളില്ലെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള നിയമോപദേശം. അതേസമയം പ്രതി വിദേശത്തേക്ക് കടന്നിട്ടില്ലെന്നാണ് വിവരം. കേരളത്തിന് പുറത്തേക്കും പ്രതിക്കായുള്ള അന്വേഷണം വ്യാപിപ്പിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.